A+Rooമിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നും ഇപ്പോൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും ഈ യുവാവ് അല്ലെങ്കിൽ പുരുഷൻ പിന്മാറി എന്നും കാണിച്ചുകൊണ്ട് നിരവധി പരാതികളാണ് കോടതികളുടെ മുമ്പിൽ എത്തുന്നത്. ഇതിനൊക്കെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിലെത്ത ഒരു വിധിന്യായം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇതൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. റീസെൻ്റ് കേസിലാണ് ആ വിലയിരുത്തൽ നടന്നത്. VB നാഗരത്നയും സതീഷ് ചന്ദ്രയും ചേർന്നിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടേത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ഒരു ആരോപണം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ അത് വ്യക്തമായും കൃത്യമായും സ്പഷ്ടമായും സ്ഥാപിക്കേണ്ടതുണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. തുടർന്ന് ആ സ്ത്രീയെ പിന്നീട് ലൈംഗിക ഉപയോഗത്തിന് ശേഷം, അത് ചിലപ്പോൾ 1 മാസം 2 മാസം 1 വർഷം, ഇവിടെ ഇപ്പോൾ പരാമർശ വിധേയമായ കേസിൽ 1 വർഷത്തോളം അത് തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ 1 വർഷത്തോളം തുടർന്നത് പരസ്പര സമ്മതത്തോടു കൂടി ആയിരുന്നു എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ പുരുഷനെതിരെയുള്ള സ്ത്രീയുടെ ആക്ഷേപ ഹർജിയെ തള്ളിക്കളഞ്ഞത്. നിങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടിയാണ് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്നത് എങ്കിൽ അത് എങ്ങനെ പീഡനമാകും എന്നാണ് കോടതി ചോദിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത്, ശരി, പിന്നീട് വിവാഹം കഴിച്ചില്ല, ഓക്കെ. ഈ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മതം കൊടുത്തതാണ്, അത് പീഡിപ്പിക്കൽ എങ്ങനെയാകും? ഉഭയ കക്ഷി സമ്മതപ്രകാരം 2 പേരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങൾ പ്രകാരം 1 വർഷത്തോളം നിങ്ങൾ ഈ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം വിവാഹം കഴിച്ചില്ല എന്ന കാരണത്താൽ ഈ ലൈംഗിക പീഡന ആരോപണമായി വരുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചാണ് ഈ പുരുഷനെതിരെ ഉള്ള കേസ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഈ പുരുഷൻ ആരാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഒരു മുൻ ജഡ്ജിയാണ്. 2014 ഒരു ഡിവേഴ്സ് കേസ് ഈ ജഡ്ജിയുടെ മുമ്പാകെ വന്നപ്പോൾ മുതലാണ് ഈ സ്ത്രീയുമായി പരിചയത്തിലായത്. 36 വയസ്സുണ്ട്. വിവാഹമോചന ഹർജിയാണ്. ഈ ജഡ്ജി അധ്യക്ഷനായുള്ള കോടതിയിലാണ് ഈ വാദങ്ങൾ നടന്നത്. എങ്ങനെയോ പരിചയപ്പെട്ടു, തുടർന്ന് അവർ തമ്മിൽ ഇഷ്ടത്തിലായി എന്നും അദ്ദേഹം വിവാഹം വാഗ്ദാനം നൽകിയിട്ട് തന്നെ 1 വർഷത്തോളം ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളതുമാണ് ആരോപണം. കോടതി പറഞ്ഞു, അദ്ദേഹം ശരിക്കും നിങ്ങളോട് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടാകാം, അദ്ദേഹം വിവാഹ വാഗ്ദാനം പാലിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ ലൈംഗികം ആയി നിങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾ കൂടി ഇഷ്ടത്തോടുകൂടി വഴങ്ങിക്കൊടുത്തിട്ടാണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അല്ലാത്ത പക്ഷം അത് വളരെ സ്പെസിഫിക്കായിട്ട് ക്ലിയറായിട്ട് തന്നെ കോടതിക്ക് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തൽ ഇവിടെ നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കേസിൽ ഈ മുൻ ജഡ്ജിക്കെതിരായുള്ള ഈ കേസ് റദ്ദാക്കിയത് എന്നുള്ളതാണ്. ഇതിൽ നമുക്കെല്ലാം പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഈ ആ കേസ് നടന്ന് തീർന്നു കഴിഞ്ഞു, ഡിവോഴ്സ് കേസ് നടന്നു കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു കാര്യം ഉറപ്പുള്ളത്, നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളും അവരുടെ ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടി ആകാം പുരുഷനുമായി ബന്ധപ്പെടുകയും ഒടുവിൽ ഏതെങ്കിലും തരത്തിൽ പുരുഷൻ പിണങ്ങുന്നതോടുകൂടി കോടതിയിൽ പീഡന കേസുമായി വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ലൈംഗികപരമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങളുടെ സമ്മതത്തോടു കൂടി അല്ല നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്ത പക്ഷം നിങ്ങളുടെ ഈ ലൈംഗിക അതിക്രമ ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം, ആ കേസ് നിലനിൽക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. കോടതിയുടെ വെർഷൻ ഇതാണ് എന്നതും കൂടി ഓർത്തിരിക്കുക.